വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലേക്ക് മാത്രം 150-നും 200-നും ഇടയ്ക്ക് വാഹനങ്ങൾ ഈ തരുണത്തിൽ നികുതി അടയ്ക്കാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിറ്റിട്ടുമുണ്ട്, വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതൊക്കെ വിശദീകരിക്കുന്നതിനിടയിൽ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥന് വാർത്താ സമ്മേളനം നിർത്തി മതിയാക്കി പോവേണ്ടി വന്നു. ചില ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാർ എന്ന് വിളിക്കുന്ന ഒരാൾ മുകളിൽ നിന്ന് വിളിക്കുന്നു. അതിനുശേഷം വാർത്താ കുറിപ്പ് ഭേദഗതി ചെയ്ത് എത്തിക്കാമെന്ന് പറയുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ കുറെ പണച്ചാക്കുകളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഇഷ്യൂ കൂടി ആവാം. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണല്ലോ. ഓക്കെ അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഈ ഭൂട്ടാനിലെ വാഹനങ്ങൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ റോഡ് ടാക്സിംഗ് ഡ്യൂട്ടീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം ഇന്ത്യയിലേക്ക് വരുന്ന ഈ വാഹനങ്ങൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ കടന്നിട്ടുണ്ടാവുക ടെമ്പററി പെർമിറ്റ് വെച്ചുകൊണ്ട്. അപ്പം പേപ്പറിൽ അവർ ലീഗലി ബോർഡർ ക്രോസ് ചെയ്യുന്നു. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ആസാം ഇതുവഴിക്കാണ് നമ്മൾ ഭൂട്ടാനുമായിട്ട് ബോർഡർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങൾ വഴി വന്നു കഴിഞ്ഞാൽ ഹിമാചലിൽ വെച്ചിട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ അവർ നടത്തുന്നത്, അല്ലെങ്കിൽ ഫേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ പോലും സിലിഗുഡി, പിന്നെ ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, ചണ്ഡീഗഡ് ഇത് കഴിഞ്ഞിട്ട് വേണം ഹിമാചലിലേക്ക് പോകാൻ. അപ്പം ഇത്രയും പോയിന്റ്സ് അവർ ക്രോസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വാഹനം എക്സിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ എക്സിറ്റ് ചെയ്യാത്ത വാഹനങ്ങളുടെ ലിസ്റ്റേക്ക് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ അവർ വെരിഫൈ ചെയ്യുമ്പോൾ അവർ ഇനീഷ്യലി ഈ പറഞ്ഞ പോലെ പെർമിറ്റ് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നു. അപ്പൊ ആ പെർമിറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ എക്സെപ്റ്റ് സ്റ്റാമ്പ് ഇല്ലാതെ കിടക്കുന്ന വാഹനങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ അതിലാണ് 250 വാഹനങ്ങളും അതിൽ 20 കേരളത്തിലൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇതിന് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അവർ ഡോക്യുമെന്റ്സ് ഫോൾഡ് ചെയ്യാണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീ രജിസ്ട്രേഷൻ നടത്തുകയാണ്. അപ്പൊ ചില ഈ പറഞ്ഞ പോലെ ഹിമാചലിൽ വെച്ചാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണെങ്കിലും ഒരു റീ രജിസ്ട്രേഷൻ നടത്തിയ വാഹനം വീണ്ടും സെയിലിന് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന നടന്മാർക്കോ അല്ലെങ്കിൽ അത് വീണ്ടും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്വാളിറ്റി വെഹിക്കിൾ അവർ വാങ്ങുന്നു. അപ്പൊ ഇത് എവിടുന്ന് വന്നു, ഇതിന്റെ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ ആളുകൾക്ക് അവർക്ക് കൂടി വന്നാൽ ഈ പറഞ്ഞ പോലെ വാഹന പോർട്ടലിൽ കയറി ചെക്ക് ചെയ്യാം. വാഹന പോർട്ടലിൽ കയറി ചെക്ക് ചെയ്ത് നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ഈ പേ ചെയ്ത ടാക്സ്, അതിന്റെ പേരിൽ ടാക്സ് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നൊന്നും ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഈ നടന്മാരുടെ പേരിൽ വരുന്ന ഈ അലിഗേഷൻസ് അല്ലെങ്കിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് ഈ ഒരു നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ പ്രോസസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ അറിയാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് പ്രത്യേകിച്ച് ഒന്നും ഒരു ഹാൻഡിൽ ഉണ്ടാവില്ല. ഇത് ഡീലേഴ്സ് ആണ് ഇതിന്റെ പ്രശ്നം. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ ആ നെറ്റ്വർക്കിലേക്കാണ് ചിലപ്പോൾ നമ്മൾ എന്താ പറയാ ഇതിന്റെ എക്സ്റ്റൻഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വലിയ നെറ്റ്വർക്കാണ്, ഇവരെവിടെയൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഭൂട്ടാനിൽ ഒരാൾ വാങ്ങുന്നു, ഇവിടെ സെയിൽ നടക്കുന്നു. അപ്പം അത്രയും വലിയൊരു നെറ്റ്വർക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. കാരണം ഇവിടെ ഈ 3 ഏജൻസീസ് ഉണ്ട്. അതായത് കസ്റ്റംസ് ഉണ്ട്, DGST ഉണ്ട്, സ്റ്റേറ്റ് ആർടിഒസ് ഉണ്ട്. ഇവർക്ക് 3 പേർക്കും കൂടെ ഒരു റിയൽ ടൈം ഡേറ്റ ഷെയറിംഗ് നടക്കുന്നില്ല. അതാണ് അവർക്ക് വേറൊരു പ്രശ്നം. കാരണം കസ്റ്റംസിനെ സംബന്ധിച്ച് അവർ ഐസിഎസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. DGSTക്ക് അവരുടേതായിട്ടുള്ള ട്രേഡ് പോർട്ടൽ ഉണ്ട്. സ്റ്റേറ്റ് ആർടിഒസ് പലപ്പോഴും ഈ സ്റ്റേറ്റിനോട് വെച്ചുകൊണ്ട് പരിവാഹന്റെ പോർട്ടലാണ് അവർ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇത് 3 തമ്മിൽ റിയൽ ടൈം ഡേറ്റ ഷെയറിംഗ് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. അപ്പൊ അവിടെയാണ് അതിന് കുറച്ചുകൂടി ട്രാൻസ്പാരൻസി കൊണ്ടുവരികയാണെങ്കിൽ ഈ ഡാറ്റ റിയൽ ടൈം സിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ VIN വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ.